വിവാദ പരാമർശവുമായി BJP നേതാവ് PK കൃഷ്ണദാസ്. NDA LDFO UDFO അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുമെന്നാണ് PK കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയും SDPIയും പാകിസ്ഥാൻ അനുകൂല സംഘടനകളാണെന്നും LDFനും UDFനും അടുപ്പം ഈ സംഘടനകളോടാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുത്ത വേദിയിലായിരുന്നു PK കൃഷ്ണദാസിന്റെ ഈ വിവാദ പരാമർശം ഉണ്ടായത്. ഇപ്പോൾ അതിന്റെ ആ പ്രസംഗത്തിന്റെ ഭാഗം നമുക്ക് കാണാം. പാകിസ്ഥാൻ അനുകൂല ദേശവിരുദ്ധ സംഘടനകളായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനെയും കോൺഗ്രസ് ഗവൺമെന്റിനെയും നിയന്ത്രിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ ഹിന്ദു വീടുകളിലുള്ള ക്രൈസ്തവ വീടുകളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദിന്റെ പേരിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യിപ്പിക്കുക, ഇതായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപകടകരമായൊരു സാഹചര്യം കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുഭാഗത്ത് SDPI. ഇത് രണ്ടും പ്രിയമുള്ളവരെ രാജ്യദ്രോഹ സംഘടനകളാണ്, പാക് അനുകൂല സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകളുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സഖ്യവും സഹകരണവും ഉണ്ടാക്കിയത്. ഈ വിവാദ പ്രസംഗത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നു. റിനു, നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ BJPയെ വെട്ടിലാക്കിയത് B ഗോപാലകൃഷ്ണനാണ്, ഗുരുവായൂർ സ്ഥാനാർത്ഥി. ഇപ്പോൾ സമാനമായ രീതിയിൽ മറ്റൊരു വിദ്വേഷ പ്രസംഗവുമായി PK കൃഷ്ണദാസ് കൂടി വന്നിരിക്കുന്നു, കാട്ടാക്കട സ്ഥാനാർത്ഥി. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? തനീഷ്, ഇന്നലെ വൈകുന്നേരം കാട്ടാക്കട ജംഗ്ഷനിൽ വെച്ച് NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ചുള്ള NDAയുടെ പൊതുസമ്മേളനം അത് അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആ വേദിയിൽ വെച്ചാണ് PK കൃഷ്ണദാസ് ലവ് ജിഹാദ് ആരോപണവുമായി വീണ്ടും ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് LDF UDF സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദ് നടക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിവാദ പരാമർശമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇവർ അതായത് LDFും UDFും അധികാരത്തിൽ വന്നാൽ ഹിന്ദു ക്രൈസ്തവ വീടുകളിൽ നിന്ന് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യും ഭീകര സംഘടനകളിലേക്ക് എന്നുള്ളതാണ് PK കൃഷ്ണദാസ് ആരോപിക്കുന്നത്. LDFനും UDFനും SDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ് ചങ്ങാത്തം. ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ സംഘടനകളാണ്, പാകിസ്ഥാൻ വിരുദ്ധ നിലപാടാണ് NDA സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പാകിസ്ഥാനൊപ്പം നിന്ന് പാകിസ്ഥാന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ അനുകൂല സംഘടനകളാണ് SDPയും ജമാഅത്ത് ഇസ്ലാമിയും. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ലവ് ജിഹാദ് വളർത്താനാണ് LDFും UDFും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മണ്ഡലത്തിൽ ഈ പ്രസംഗം ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു ആരോപണം ഇപ്പോൾ വീണ്ടും സജീവമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രംഗത്ത് എത്തിയിരിക്കുന്നത്. തനേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.